ഇപ്പൊ 7,000 രൂപയുടെ ബഡ്ജറ്റിലാണ് മൂവി ഇതാക്കിയത്. അപ്പൊ ഈ നമ്മളിപ്പോ പലരും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഫിലിംസ് എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ഈ ബഡ്ജറ്റിന് വേണ്ടി. അപ്പൊ ഈ 7,000 രൂപയുടെ ബഡ്ജറ്റിൽ എന്തൊക്കെ ചെയ്തു? അതിപ്പോ പലർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ. അപ്പൊ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറയാമോ? ക്യാമറ റെന്റ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചേട്ടന്റെ ക്യാമറ സ്റ്റുഡിയോയിൽ പഠിച്ചു. എന്താ ചേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മുടെ ചേട്ടാ എനിക്കിത് പഠിപ്പിച്ചൊരു, ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പോയി എന്നാ പഠിച്ചത്. അങ്ങേരെ പുറകെ നടക്കും. അപ്പൊ അവസാനം എനിക്ക് ക്യാമറ റെന്റ് കുറച്ച് തന്നു. അത് ഞാൻ പറയില്ല, ബന്ധങ്ങളുടെ ഇതിലാണ് നടന്നത്. അല്ലാണ്ട് അങ്ങനെ എനിക്ക് സപ്പോർട്ട് അതിലാണ് എനിക്ക് 7 ചെയ്താൽ പറ്റും. പിന്നെ എന്റെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇത്ര ദിവസം ഷൂട്ടിംഗ് എന്ന് ഞാൻ തീരുമാനിച്ചു. അത് രാവിലെ നമ്മളൊരു ശരിക്കും 7 മണിക്ക് ഷൂട്ടാണെങ്കിൽ ഞാൻ 4 മണിക്ക് വെക്കും. ഇച്ചിരി പ്ലസ് ബാക്കോട്ട് ഇച്ചിരി കയറ്റി വെക്കും. അപ്പൊ ഈ 4 to 7 വരെ അത്യാവശ്യം ലൈറ്റ് കുറവ് സീനാണോ, അവിടെ നൈറ്റ് സീൻ എല്ലാം ഷൂട്ട് ചെയ്യും. പിന്നെ നൈറ്റ് വരുമ്പോ ഇച്ചിരി നൈറ്റ് ചെയ്യും. അപ്പൊ 2 പ്ലസ് ഫ്രണ്ടിൽ നൈറ്റ് സീൻ കിട്ടി, പിന്നെ രാത്രി വരുമ്പോൾ നൈറ്റ് സീൻ കിട്ടി. അപ്പൊ നൈറ്റ് സീനൊക്കെ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഒരു ദിവസം ഫുൾ ഷെഡ്യൂളാണ്. എന്താണെന്നറിയില്ല, ഇവര് കുറെ പേര് ആത്മാർത്ഥമായിട്ട് വന്ന് നമുക്ക് അഭിനയിച്ചു തന്നിട്ടുണ്ട്. സപ്പോർട്ടാണ്. ഞാൻ ചെസ് കളിക്കാറില്ല. ചെസ് കളിക്കാറില്ല. ഇനി ട്രൈ ചെയ്ത് നോക്കിയാലേ നല്ലതാണ്. അതിലും ചെസ് കളിക്കാറില്ലേ? ഇപ്പൊ നമുക്ക് സമയം ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അവിടുന്നാണ് ഈ ഒരു മൂവിയുടെ ഒരു വൺ ലൈൻ പോലെ ഞങ്ങള് വേറൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതല്ല, ഇച്ചിരൂടെ അഡ്വാൻസ് ആയിട്ടുള്ള അതിന്റെ ഓൺലൈൻ ത്രെഡ് മനസ്സിലായി തുടങ്ങി. ഞാനത് ഡെവലപ്പ് സാത്താൻ കഴിഞ്ഞിട്ട് വേറെ രീതി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മള് ട്രിപ്പ് പോകും. ഇപ്പൊ ഞങ്ങള് റീസെന്റ് ആയിട്ട് ഞങ്ങള് ഡൽഹി ചുമ്മാ ഒരു ട്രിപ്പ് പോയി. ഈ പടത്തിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും, മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി. ആ ട്രിപ്പ് പോകുമ്പോൾ നല്ലോണം മാക്സിമം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. ഈ ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം അത് കണ്ടിന്യൂറ്റി വേണം, കളർ ശരിയാവണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ സ്റ്റെബിലൈസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ടെൻഷൻ വരും. അതിന് ട്രിപ്പ് പോകും. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങളുടെ ട്രിപ്പ് ഭയങ്കര എൻജോയ്മെന്റാ. അതിൽ നിന്ന് ഭയങ്കര ത്രെഡ് കിട്ടി നമുക്ക്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ ട്രെയിനിൽ ഞങ്ങൾ ബോഗിയിൽ ഡാൻസിങ് ആയിരുന്നു. അതാണ് ഞങ്ങൾ ബോഗിയിൽ ഈ വാരണാസി പോയ ട്രെയിൻ ആവും. വയസ്സായവർ വരെ ഞങ്ങളുടെ കൂടെ റീൽസിൽ ഡാൻസ് കളിക്കാൻ കൂടി. അത് ഭയങ്കര രസമായിരുന്നു. അല്ല, അത് ചുമ്മാ ഒരു ട്രിപ്പ് പോണെയാണ്. അടുത്ത ത്രെഡ് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിലും കുറെ പേര് ഹാൻഡിൽ ചെയ്തല്ലോ. അപ്പൊ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് എല്ലാം ചെയ്യണം. കാരണം ഡയറക്ടറിന്റെ സ്ഥാനത്താണെങ്കിൽ ക്യാമറമാന്റെ സ്ഥാനത്ത് എല്ലാം നിക്കുന്നല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു ആക്ടറിനെ ആണെങ്കിലും നമ്മളിപ്പോ കഥ പറഞ്ഞു കൊടുത്തു, ആ ഒരു കഥ ഈ നിക്കുന്ന ആൾക്കും ഗ്രാസ്പ് ചെയ്തിട്ട് ഐ മീൻ സിറ്റുവേഷനെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതാണ് കിട്ടണ്ടേന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ അഭിനയിക്കുന്ന ആൾക്കും കിട്ടണം. അപ്പൊ ആ ഒരു കോർഡിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ ആക്ടേഴ്സിനെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചത്? ഞാൻ സെലക്ട് ചെയ്തവരെല്ലാം അത്യാവശ്യം ടാലന്റ് ഉള്ളവരെ. നാടകത്തിൽ അഭിനയിച്ചവരുണ്ട്, സിനിമയിൽ അഭിനയിച്ചവരുണ്ട്. 1971 ബിയോണ്ട് ബോർഡേഴ്സില്, പിന്നെ പാപ്പച്ചൻ ഒളിവൻ സിനിമയിലൊക്കെ നല്ല റോള് ചെയ്ത ഒരാള് എന്റെ ബിജു തോപ്പിൽ നിന്നാണ് വരെ. കാടനിലുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്ത വർക്കിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വൺ ടൈം സംഭവം പറഞ്ഞു കൊടുത്താൽ മതി, അവർ കറക്റ്റ് സിങ്ക് ചെയ്ത് നമുക്ക് ഇട്ട് തരും. അങ്ങനെയാണ് ചെയ്തത്. കാടുമായിട്ട് ബന്ധപ്പെട്ട കാടൻ എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാത്താൻ നോട്ട് ചെയ്യാൻ വേണ്ടിയാ പെട്ടെന്ന് നോട്ട് ചെയ്ത ഞാനാണ് സാത്താൻ. ഈ ട്രൈബായിട്ട് ബന്ധപ്പെട്ട കഥയായത് കൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, പല 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 ടൈപ്പ് ട്രൈബ്സ് ഉണ്ട്, പല പല ഭാഷ പഠിക്കുന്ന ട്രൈബ്സ് ഉണ്ട്. അപ്പൊ ഈ കൾച്ചറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് ഈ കൾച്ചറും കൊണ്ടുവരാൻ ഭയങ്കര നോക്കിയിട്ടുണ്ടോ ഈ മൂവിയിലൂടെ? അങ്ങനെ അത്ര കൊണ്ടുവരാൻ നമ്മൾ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ശരിക്കും അവരുടെ ഫുള്ള് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അവരുടെ കുറെയൊക്കെ വേറെ ഭാഷ നമ്മള് ചിലതൊക്കെ അവര് സംസാരിക്കാനായിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല ശരിക്കും. അവരുടെ ലാംഗ്വേജ് ഓതറൈസ്ഡ് അല്ലല്ലോ. നമുക്ക് ഹിന്ദി ഓതറൈസ്ഡ് അങ്ങനത്തെ ഇതുണ്ടല്ലോ. ഇവരുടെ ലാംഗ്വേജ് ഓതറൈസ്ഡ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവര് പറയണു, നമ്മൾ അംഗീകരിക്കണം. അല്ലാണ്ട് നമ്മള് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഭാഷയിലാന്ന് പറഞ്ഞാൽ ശരിയാണ്. അവര് പറയും ഇത് ഞങ്ങളുടെ ഭാഷ. അവരുടെ ഇടയിൽ സംസാരിക്കണം എങ്ങനെയല്ലോ അവരുടെ ട്രൈബ്. അവര് ഇപ്പോഴും അങ്ങനെ ഉള്ളവരുണ്ട്. അവരുടെ ഇടയിൽ ചെന്ന് അവരുടെ ഭാഷ സംസാരിക്കാൻ മനസ്സിലാവുള്ളൂ. പിന്നെ കുറെ ഇത് വന്നു കേട്ടോ, ഈ പിണറുകൂടി അവിടെയൊക്കെ ഇപ്പൊ ചെന്ന് ഞാൻ കുറെ അഡ്വാൻസ് ആയി. അവരുടെ പഴയ കുടിയിലൊക്കെ ഇപ്പൊ ഉണ്ട്. അല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ കുടിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫോറസ്റ്റ് ഏരിയ പെർമിഷൻ വേണം.
അപ്പൊ നമ്മൾ അവരുടെ കുടിലൊക്കെ കണ്ട് അതേ രീതിയിൽ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ സെറ്റ് ഇട്ടു. ഇപ്പൊ 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൊത്തത്തിൽ ഈ മൂവി എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് എത്ര ദിവസം നല്ല സമയം എടുക്കും. നല്ല സമയം എടുത്തല്ലേ? അത് പിന്നെ ആ സമയം എടുക്കൂല്ലോ. അതിപ്പോ എനിക്ക് ഒരു 2-3 മാസത്തിനെടുത്തു. പിന്നെ വേറെ ഒന്നല്ല, ഓരോ സീൻ എഡിറ്റ് ചെയ്യുമ്പോ കുറച്ച് ഗ്യാപ്പ്. പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇപ്പൊ എഡിറ്റിംഗിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഒബ്വിയസ്ലി നമ്മളിപ്പോ ചെയ്യുമ്പോ ഫസ്റ്റ് ടൈം അല്ലേ ഒരു മൂവി എഡിറ്റ് ചെയ്യുന്നത്. അതിന് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പഠിച്ചു വന്ന ലേണിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളൊരു മൂവി ഇതാക്കുമ്പോ ഈ പറഞ്ഞ കണ്ടിന്യൂറ്റി ഒരുപാട് കാര്യങ്ങൾ നോക്കണല്ലോ. അപ്പൊ ഭയങ്കര ചാലഞ്ചിങ്. കണ്ടിന്യൂറ്റി ഞാൻ നോക്കും. ഞാൻ ഒരു ടേക്ക് വെക്കുമ്പോ ആളുടെ, അതായത് ഇപ്പൊ സന്തോഷം ഇരിക്കുവാണ്, ഈ ടേക്ക് ഇങ്ങനെയാണ് ആള് കൈവച്ചത്, അത് ഞാൻ ടേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടാവും. എന്റെ അടുത്ത ടേക്ക് ചേട്ടാ കൈ എങ്ങനെ വെച്ചെന്ന് പറയും. ഞാൻ തിരിച്ച് അയാളോട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണ ഈ രീതിയിൽ ഞാൻ ചേട്ടൻ എടുത്തു, ചേട്ടാ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയൊന്നും. ഓ ശരിയല്ലോടാ ഞാൻ അങ്ങനെ പറയും. കാരണം ആ കട്ട് പറയണ നേരത്ത് ഞാൻ അയാളൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അയാൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പിന്നെ അയാൾ അടുത്ത ഷൂട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയും, ഇല്ല കൈ ഇങ്ങനെ വെച്ചെന്നു പറയും. ആ രീതി നമ്മളത്, അതാണ് ചേട്ടൻ പറയണേ, നമ്മൾ ഓർത്ത് വെക്കും. വേറെ ഒന്നല്ല, നമ്മളെല്ലാം ഒറ്റ ക്യാമറയെല്ലാം ചെയ്യണം. എല്ലാം ഒറ്റ ക്യാമറയിലാണ് ചെയ്യണം. അല്ലാണ്ട് AB അങ്ങനെ ക്യാമറയില്ല. നമ്മൾ ഒരു ക്യാമറ ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഓർത്തിരിക്കും. ഒരു ടേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇയാൾ ഇങ്ങനെയാണ് വെച്ചാണ്. ഈ ഇപ്പൊ ക്യാമറ ചെയ്യുമ്പോ നമ്മൾ പലപ്പോഴും ക്യാമറ ആംഗിളും നോക്കണം എന്നുണ്ടല്ലോ. അപ്പൊ ഫ്രെയിം അപ്പൊ അത് എങ്ങനെ പഠിച്ചെടുത്തത്? ലൈക്ക് ഒരു മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ സ്വന്തമായി പഠിച്ചെടുത്താണല്ലോ. അപ്പൊ അതെങ്ങനെ പഠിച്ചെടുത്തത്? എങ്ങനെയോ വന്നു. പക്ഷെ ഞാൻ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. സോങ് സന്തോഷം കിട്ടുന്നുണ്ടാവുന്നില്ലേ, എന്റെ സോങ് കിട്ടുന്നുണ്ടാവും. ഫ്രെയിമൊക്കെ എങ്ങനെ വരാനുള്ളതൊക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏകദേശം നമ്മൾ ഈ സിനിമ കാണുമ്പോ നമുക്ക് അറിയാലോ ഇന്ന ഫ്രെയിം സെറ്റപ്പ് അങ്ങനെ ഒരു സിനിമയിൽ കണ്ട എങ്ങനെ കിട്ടും. വരും